സിൻകോന്റെ എന്താ പറയാ വയർലെസ് മൈക്കാണ്. നമുക്ക് ഫോണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് മൈക്കാണ്. നമുക്ക് ഇതിന്റെ നമ്മുടെ നോർമൽ നമ്മുടെ DSLR-ലൊക്കെ കുത്തുന്ന ടൈപ്പ് നമ്മൾ ഓൾറെഡി 2 മോഡൽ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ കസിൻ വാങ്ങിച്ചാണ്. ഇത് G1T എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമുക്ക് എന്താ പറയാ ടൈപ്പ് സിയിലാണ് നമുക്ക് ബോക്സിൽ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐഫോണിലൊക്കെ ഉപയോഗിക്കാം. അതിന്റെ ജസ്റ്റ് ഒരു കണക്ടർ വേറെ എക്സ്ട്രാ വാങ്ങിച്ചാൽ മതി. അപ്പൊ ഇത് നിങ്ങൾ ഓൾറെഡി പടം കാണുന്നതായിരിക്കും. ഇത് നമ്മുടെ ജസ്റ്റ് ആ പോർട്ടിലേക്ക് കുത്തി കൊടുക്കുക വേണ്ടു. പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ ഈ സംഭവം നമ്മുടെ ഷട്ടിൽ ക്ലിപ്പ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. വേറെ സംഭവങ്ങളൊന്നും ഇത് 2.4 GHz വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ നമുക്കൊരു ട്രിഗറും ഒരു വയർലെസ് മൈക്രോഫോൺ വരുന്നുണ്ട്. അപ്പോൾ ബോക്സ് ആണിത്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് 150 മീറ്റർ വരെ ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. വയർലെസ് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാജിക് വോക്കൽ റെൻഡറിംഗ് ആണ്. പെട്ടെന്ന് ഫാസ്റ്റിൽ റെൻഡർ ആവുന്നുണ്ട്. അതുപോലെ ഇന്നിയർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. 1 ബട്ടൺ മ്യൂട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് വൈൽ റെക്കോർഡിംഗ് ആ ഫീച്ചറും ഉണ്ട്. ഇലക്ട്രോണിക് പിൻ കണക്ടർ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. സിൻകോന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ആമസോണിലെ അവൈലബിൾ ഉണ്ട്. സിൻകോന്റെ പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് എറണാകുളത്തൊക്കെ അവരുടെ കസ്റ്റമർ കെയറും അതുപോലെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ സപ്പോർട്ട് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സംഭവം ചൈനീസ് കമ്പനിയാണ്, എന്നാലും ബാക്കി ഈ സൈഡിലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ബോക്സിൽ നമുക്കൊരു ട്രാൻസ്മിറ്ററും മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വയർ വരുന്നുണ്ട് ചാർജിങ്ങിനായിട്ട്. ഒരു ചെറിയ പൗച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു വിൻഷീൽഡ് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് അത് എനിക്ക് 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസ്മിറ്റർ. നല്ല കട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ട്രാൻസ്മിറ്റർ. ഇത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ മറ്റേൽ കണ്ട പോലെ തന്നെ എൻ്റെ G1S മോഡലൊക്കെ അത് സെയിം ആണ്. മറ്റേ ഡിസ്പ്ലേ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്, പെയറിങ്ങിനൊരു ബട്ടൺ ഉണ്ട്, പിന്നെ ഇത് മ്യൂട്ടിനൊരു ബട്ടൺ ഉണ്ട്, ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ചാർജിങ്ങിന്റെ ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഇത് നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യാൻ മ്യൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ മൈക്ക് എക്സ്റ്റേണൽ ഇൻപുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്താണെങ്കിൽ അതുണ്ട്. ഇത് നമ്മുടെ മെയിൻ നമ്മുടെ ഫോണിലേക്ക് കുത്താനുള്ളതാണ്. അപ്പോൾ ഇത് ഫോണിലേക്ക് കുത്താൻ റിസീവറാണ്. ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ കുത്തേണ്ടത്. നമുക്കിത് ലൈറ്റ്നിങ് പോർട്ടിന്റെ ആണ്. ശരിക്കും ഇത് ബോക്സിൽ നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ ലൈറ്റ്നിങ് കേബിളിൻ്റെ അത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സി ആയിട്ടും കിട്ടും. ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട്, വേറെ ഒന്നും വേണ്ട. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു കട്ട് ഓഫ് ചെയ്യാനുള്ളതും വോളിയം കൂട്ടാനുള്ളതും ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് പൗച്ചും കാര്യങ്ങളൊക്കെ. നമുക്ക് ഡെഡ് കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിൻഷീൽഡ് സംഭവമാണിത്. പിന്നെ ഒരു ചെറിയ പൗച്ച് വന്നിട്ടുണ്ട്. ഇത് കുട്ടി പൗച്ചാണ്. പിന്നെ സിൻകോന്റെ എന്താ പറയുക ഒരു മാനുവൽ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. 1 year വാറണ്ടി വരുന്നതാണ് കേട്ടോ സിൻകോന്റെ പ്രൊഡക്ട്സ് ഒക്കെ. ഇത് ഞാൻ എന്തായാലും ഫോണിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കേബിൾ കിട്ടുന്നത് കേട്ടോ. നമുക്ക് അത് നോർമൽ നമുക്ക് ടൈപ്പ് സി നമ്മുടെ നോർമൽ ഫോണിന്റെ ടൈപ്പ് സി ചാർജർ വെച്ചും ചാർജ് ചെയ്യാം. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. മാക്സിമം 10 വാട്ടിന്റെ ഉപയോഗിക്കുക. ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ കേൾക്കണോണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിന്റെ ഡയറക്റ്റ് മൈക്കുന്നാണ്. ഇത് ഞാൻ വെച്ചിട്ട് ദൂരെ പോയി വെച്ചിട്ടും ദൂരെ പോയുള്ളത് കാണിച്ചു തരാം എക്സ്ട്രാ. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഫോണിന്റെ മൈക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കുന്നില്ലായിരിക്കും. അപ്പൊ നമ്മളിത് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യാൻ പോകണ്ട. അപ്പൊ ഇത് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കണക്ട് ചെയ്യാം. നമുക്ക് നമ്മളിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ മൈക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സൗണ്ട് ഡിഫറൻസ് കേൾക്കുന്നില്ലായിരിക്കും. അപ്പൊ ഞാൻ മൈക്ക് അകലേക്കാം. അപ്പൊ മൈക്ക് അകലേക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മാറുന്ന അറിഞ്ഞിരിക്കും. അപ്പൊ നല്ല ക്വാളിറ്റി എനിക്ക് സിൻകോന്റെ എൻ്റെ ഞാൻ ഉപയോഗിച്ചു തുടങ്ങി എനിക്ക് 1 കൊല്ലക്കായി തോന്നുന്നുണ്ട്. ഇതിൽ 2 സിൻകോ ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പ് അല്ല, നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഫോണിൽ കണക്ട് ചെയ്യുന്ന ടൈപ്പ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് നോക്കാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ദൂരെ പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന്റെ ക്വാളിറ്റി പോകണം. ഞാൻ ആ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡിസ്റ്റൻസ് പോകുമ്പോഴും അതിൻ്റെ സൗണ്ട് പോകാത്ത നിങ്ങൾക്ക് എന്നെ കാണണ്ടായിരിക്കും, പക്ഷേ സൗണ്ട് അതേപോലെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ ദൂരെ പോയാലും നിങ്ങൾക്ക് ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം. ഞാൻ അവിടെ ഇപ്പോൾ ടെറസിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഇപ്പോഴും കിട്ടുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു 150 മീറ്ററൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും 100 മീറ്ററിൻ്റെ മുകളിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും സൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ താഴെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ട്രാൻസ്മിറ്ററിൽ ബാക്കപ്പ് നമുക്കൊരു 3 മണിക്കൂറൊക്കെ കിട്ടും കേട്ടോ. അടുപ്പിച്ച് നമുക്ക് ഊത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഈ ട്രാൻസ്മിറ്റർ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റേ മെയിൻ സാധനം യൂണിറ്റ് നമ്മുടെ ഫോണിൽ നിന്ന് പവർ എടുത്തോളൂ കേട്ടോ. അത് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ DSLR-ലൊക്കെ ഉപയോഗിക്കുന്നതാകുമ്പോൾ നമ്മൾ 2 ചാർജ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ക്വാളിറ്റി. അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ താല്പര്യം കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ച് തന്നെയാണ്. നമുക്ക് 1 year വാറണ്ടി കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിൽ നമ്മളിത് കുത്തി കഴിയുമ്പോൾ നമുക്ക് സൗണ്ട് പിന്നെ കേൾക്കണമെങ്കിൽ നമ്മുടെ റിസീവറായി ഊരണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കേൾക്കില്ല. അപ്പോൾ നിങ്ങൾ അതൊരു കംപ്ലൈൻ്റ് ആവും വിചാരിക്കുന്നത്, അത് റിസീവർ കട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഊരിയിട്ട് നോക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് നമുക്ക് അതായത് എത്ര വയർലെസ്ലി നമുക്ക് കിട്ടുന്നുണ്ട് നോക്കിയേക്കാം. അവർ പറയുന്നത് 150 മീറ്ററൊക്കെയാണ്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. ഞാനിപ്പോൾ എന്തായാലും ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരി നോർമലി എല്ലാം വയർലെസ് മൈക്കും ഇത് നേരെ ഇതിൻ്റെ ഒരു നമ്മുടെ എന്താ പറയുക നമ്മുടെ റിമോട്ടൊക്കെ ഇല്ലേ നേരെ പിടിച്ചാലൊക്കെയാണ് വോയിസ് കറക്റ്റായിട്ട് കിട്ടുക. നമുക്ക് അങ്ങോട്ട് തിരിയുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരും കേട്ടോ. അത് റോഡിലാകുമ്പോൾ കറക്റ്റ് കിട്ടും. ഇതിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്ക് പറയണ്ടായിരിക്കും. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് കുറച്ച് ദൂരമായിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കാണുന്നതായിരിക്കും. ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വരെ കിട്ടുന്നുണ്ടെന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നടന്നു നോക്കാം. ഇവിടെ നടന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് കാണുന്നതായിരിക്കും. ഇപ്പോൾ ഇത് എവിടെ കട്ടാവുന്ന പറയാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും ഉള്ള സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരെ കുഴപ്പമില്ല വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ചായിട്ടുണ്ട്. ഇതിവിടെ വരെ കിട്ടുകയാണെങ്കിൽ അത് സൂപ്പർ സംഭവമായിരിക്കും. എന്താ വെച്ചാൽ റോഡിന് അവർ പറയുന്നതിൻ്റെ റോഡ് എനിക്ക് എന്തായാലും നിങ്ങൾ റോഡിനായിട്ട് കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ റോഡ് ഭയങ്കര പ്രൈസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു വരാം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഫുൾ കിട്ടിയും വിചാരിക്കുന്നത് നമുക്ക് ഇത് നമ്മൾ റെൻഡർ ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ നമുക്ക് എവിടെ സൗണ്ട് കുറവ് വന്നിട്ടുണ്ടോ കുറവ് വന്നിട്ടില്ലേന്ന്. അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് ക്ലിയർ ആയി മനസ്സിലാവുള്ളൂ ഞങ്ങൾക്കും. എന്നുവെച്ചാൽ നമുക്ക് വീടൊക്കെ പറയാൻ പറ്റില്ല, പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കിപ്പോൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ ഓവറോൾ സംഭവങ്ങളൊക്കെ മനസ്സിലാവും വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.